അസം സർക്കാർ നമാസ് ഇടവേള ഒഴിവാക്കി. വെള്ളിയാഴ്ചകളിൽ അസം നിയമസഭയിൽ നൽകിയിരുന്ന 2 മണിക്കൂർ നമാസ് ഇടവേളയാണ് ഒഴിവാക്കിയത്. മുസ്ലിം MLA-മാർക്ക് നിസ്കരിക്കാനായാണ് നിയമസഭ 2 മണിക്കൂർ ഇടവേള എടുത്തിരുന്നത്. മതപരമായ പരിഗണനകളില്ലാതെ വേണം നിയമനിർമ്മാണ സഭ പ്രവർത്തിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, അസം മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായൊരു പോയിന്റാണ്. മതപരമായ പരിഗണനകൾ ഇല്ലാതെ വേണം നിയമനിർമ്മാണ സഭ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും ഈ നമാസ് ഇടവേള ഒഴിവാക്കിയ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ലക്ഷ്മി, 1937 മുതൽ അസം നിയമസഭയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 2 മണിക്കൂർ ഇടവേള മുസ്ലിം MLA-മാർക്കായി നൽകി വന്നിരുന്നു. ഇത് കീഴ്വഴക്കമാണ് അസാമിലെ BJP സർക്കാർ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിന് കാരണമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിച്ചത് നിയമനിർമ്മാണ സഭകൾ അങ്ങനെ ഒരു മതവിഭാഗത്തിന് വേണ്ടി പ്രത്യേക സമയങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല, അതൊരു തെറ്റായ സന്ദേശം നൽകും. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അന്ന് കൊണ്ടുവന്ന ചില കീഴ്വഴക്കമാണത്. അത് സ്വാഭാവികമായും മാറ്റേണ്ടതുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും ഇത്തരം കീഴ്വഴക്കങ്ങൾ ഇല്ലല്ലോ എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 1937 മുതൽ നിലവിലുണ്ടായിരുന്ന ഈ നമാസിന് വേണ്ടി നൽകിയിരുന്ന 2 മണിക്കൂർ സമയമാണ് ഇപ്പോൾ അസാമിലെ BJP സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് NDA-യിലെ 2 സഖ്യകക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡും അതോടൊപ്പം തന്നെ ലോക് ജനശക്തി പാർട്ടിയുമാണ് ഇപ്പോൾ ഈ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. അതുകൂടാതെ NDA-യിലെ 2 സഖ്യകക്ഷികളും ഈ നടപടിയെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്മി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.